ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ തീർത്തും അമ്പരപ്പിച്ച ഒരു നീക്കമാണ് ജംഷഡ്പൂർ FC നടത്തിയത്. അതായത് ISLൽ നിന്നും അവർ പിൻവാങ്ങിക്കഴിഞ്ഞു. അവരുടെ പ്രവർത്തനങ്ങൾ ജംഷഡ്പൂർ FC ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ടീമാണ് ജംഷഡ്പൂർ FC. സാമ്പത്തികപരമായി വലിയ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ടാറ്റ ഗ്രൂപ്പ്. പക്ഷേ അവർ ഇന്ത്യൻ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുകയായിരുന്നു. ഗ്രാസ് റൂട്ട് ലെവലിൽ മാത്രമാണ് ഇനി അവർ ശ്രദ്ധ നൽകുക. ഏതായാലും ഇതിനെതിരെ ജംഷഡ്പൂർ FCയുടെ താരങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ താരങ്ങളും ചേർന്നുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിനോടുള്ള ഒരു അപേക്ഷയാണ്, ഒരു അപ്പീലാണ് അവരിപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് ഈ തീരുമാനം പുനഃപരിശോധിക്കണം, ജംഷഡ്പൂർ FC തുടരേണ്ടതുണ്ട് എന്നാണ് ജംഷഡ്പൂർ FCയുടെ താരങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പ്രതീക് ചൗധരി, മുഹമ്മദ് സനാൻ, അതുപോലെ തന്നെ ആൽബിനോ ഗോമസ് തുടങ്ങിയ എല്ലാ താരങ്ങളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ടാറ്റ ഗ്രൂപ്പിനോടുള്ള ഒരു അപ്പീലാണ് ഇത്. ജംഷഡ്പൂർ FCയുടെ താരങ്ങളായ ഞങ്ങൾ കൈകൂപ്പിക്കൊണ്ട് ടാറ്റയുടെ ലീഡർഷിപ്പിനോട് അപേക്ഷിക്കുകയാണ്. ദയവായി നിങ്ങളുടെ ഈ തീരുമാനം അത് പുനഃപരിശോധിക്കണം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചറിനെ നശിപ്പിക്കരുത്. ഈ ക്ലബ്ബ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഹൃദയവും അതുപോലെ തന്നെ ആത്മാവുമാണ്. കൂടാതെ വളർന്നു വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന താരങ്ങളുടെ ഏക പ്രതീക്ഷയുമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കരുത്, തീരുമാനം പുനഃപരിശോധിക്കണം. ഇതാണ് ജംഷഡ്പൂർ FCയുടെ എല്ലാ താരങ്ങളും ഒരുമിച്ച് കൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഒരു അപേക്ഷ ഇങ്ങനെയാണ്. ഇത് വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാവരും ഇതിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന അഡ്രിയാൻ ലൂണയും ഇതിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇത് പങ്കുവച്ചിട്ടുണ്ട്. ഇതിനോട് അദ്ദേഹം യോജിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ താരങ്ങളെ വഴിയാധാരമാക്കരുത് എന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ജംഷഡ്പൂർ FC ഈ തീരുമാനം പുനഃപരിശോധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.